60 കൊല്ലം ജീവിച്ചവനും 70 കൊല്ലം ജീവിച്ചവനും അള്ളാഹിനോട് അവസാനം ചോദിക്കുക, എനിക്കൊരല്പം സമയം തരുമെന്നാണ്. അതെൻ്റെ ഒരു വെറും സംസാരമായി നിങ്ങൾ കാണണ്ട. വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായത്തിന്റെ 99-100 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റൂഹ് പിടിക്കാനായി മലായിക്കത്തുകൾ കടന്നു വരുമ്പോ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം കൂടെ തരൂ റബ്ബേ, ഒരല്പസമയം എനിക്ക് തരൂ. ഇതുവരെ കിട്ടിയ 50കളുടെ ആയുസ് വേണമെന്ന് അല്ലാഹുവോട് പറയണില്ല. ഇതുവരെ കിട്ടിയ 60കളുടെ ആയുസ് വേണമെന്ന് അല്ലാഹുവോട് പറയണില്ല. 70കളുടെ ആയുസ്സുകളെ വേണ്ട, ഒരല്പസമയം തരൂ റബ്ബേ. അല്ലാഹു പറയാ അതൊരു വെറും വർത്തമാനമാണ്. ഖുർആനിലെ സൂറത്ത് വീണ്ടും അല്ലാഹു തആല മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവോട് അപ്പോഴും മരിക്കണ നേരത്ത് മനുഷ്യൻ പറയുന്നുണ്ട്, ഒരല്പം നേരം തരുമോ? ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നായിക്കോളാം, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തോളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടോളാം, ഒരല്പസമയം എന്ന് അല്ലാഹുവോട് ചോദിക്കുന്നുള്ളൂ. പക്ഷെ അല്ലാഹു തരൂല്ല കേട്ടോ, അല്ലാഹു തരില്ല. നമ്മൾ ഇപ്പോഴും തിന്മകളിലൂടെ വ്യാപൃതമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആയുസ്സിന്റെ ഒരേട് മറിയുന്ന സന്ദർഭങ്ങളിൽ, ഒരു കലണ്ടർ മറിയുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തണം, അല്ലാഹു തന്ന ആയുസ് തീരാണ്. നാളെ ഹിസാബിന് വേണ്ടി പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വന്നു നിൽക്കുമ്പോ അന്നും അല്ലാഹുവോട് പറയുന്നുണ്ട്, റബ്ബേ ഒരല്പസമയം. അല്ലാഹു പറയും തരൂല, തരില്ല. പ്രിയമുള്ളവരെ, കത്തിയാടുന്ന നരകത്തിന്റെ മുന്നിലൂടെ വന്നു നിൽക്കുമ്പോ അവിടുന്ന് കൊട്ടാരം കണക്കെ തീപ്പൊരികൾ പാറുന്ന രംഗം നരകത്തിന്റെ മുന്നിൽ വെച്ച് കാണുമ്പോ അന്ന് അല്ലാഹുവോട് പറയുന്നുണ്ട്, റബ്ബേ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിലേക്ക് എറിയാൻ നിൽക്കാണ്. അല്ലാഹുവേ ഞങ്ങൾ കണ്ടു, അല്ലാഹ് അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ, ഞങ്ങൾ നല്ലപോലെ പ്രവർത്തിച്ചോളാം, ഞങ്ങളെ ദൃഢവിശ്വാസികളായിക്കൊള്ളാം, ഒന്ന് മടക്കി തരുമോ അല്ലാഹ്? അല്ലാഹു പറയും, നരകത്തെ നിറക്കുമെന്നുള്ളത് എന്റെ വാഗ്ദത്തമാണ്, നിങ്ങൾ അനുഭവിക്ക, നിങ്ങൾ എന്നെ മറന്നു ജീവിച്ചതല്ലേ, ആസ്വദിച്ചോ എന്ന് അല്ലാഹു പറയും. നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ വല്ലാത്ത ദയനീയമായ രംഗാണ് പ്രിയമുള്ളവരെ. തൂക്കിക്കൊല്ലാൻ ഒരുങ്ങുന്ന പ്രതിയെ കൊലക്കയറിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഇതെന്റെ അവസാനമാണെന്നറിയുമ്പോ എത്ര വേദനിക്കുന്നുണ്ടോ, അതിനേക്കാൾ ഭയാനകരമാണ് കത്തിയാളുന്ന നരകത്തിലേക്ക് എറിഞ്ഞിട്ടില്ല, അതിന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്, അതിങ്ങനെ കാണാണ്, അതിന്റെ തീപ്പൊരികളും അതിന്റെ ഭയാനകതയും അതിന്റെ ഘോരമായ ശബ്ദങ്ങളും നിലവിളികളും അട്ടഹാസങ്ങളും കാണുന്ന സന്ദർഭങ്ങളിൽ ലാസ്റ്റ് മൂമെന്റിൽ വരെ പറഞ്ഞു നോക്കുന്നു, അല്ലാഹ് മടക്കിച്ചൊരുന്നു ദുനിയാവിലേക്ക്, ഒരല്പസമയം തരോ. പ്രിയമുള്ളവരെ, കഴിഞ്ഞു പോകുന്ന ആയുസിന്റെ ഏടുകളിൽ അല്ലാഹു തന്ന ഈ സമയത്തിന് ഉപയോഗപ്പെടുത്താൻ, ഈ ആയുസിന്റെ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ, നാളേക്ക് വെക്കാനല്ലാട്ടോ. തഖ്വ പള്ളിയിലെ ജുമാ കഴിഞ്ഞിറങ്ങിപ്പോകുമ്പോ ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടെ, അള്ളാഹിനോട് തൗബ ചെയ്യുന്ന മനസ്സോടെ, ഇന്നലകളുടെ വഴികെട്ട ജീവിതങ്ങളെ മാറ്റിവെച്ച് ഇനി എന്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം വേണമെന്ന് ചിന്തയോടെ ഇറങ്ങിത്തിരിക്കാൻ ഹിജ്റയുടെ ബോധം, ഈ മുഹറം മാസത്തിലെ ബോധം നമ്മളിലൂടെ കടന്നു വരട്ടെ. പ്രിയമുള്ളവരെ, ചരിത്രപ്രധാനമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു പോയി മുഹറം. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടികൾ മുല കുടിക്കുന്ന പ്രായങ്ങളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞൊലിച്ചത് മുത്ത് റസൂൽ പറഞ്ഞു, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നതാണ്, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നതാണ്. അവരുടെ ആ ജിബ്രീൽ കടന്നു വരുമ്പോ എന്റെ കയ്യിൽ ഒരു മണ്ണ് തന്നിട്ടുണ്ട്, ഈ മണ്ണ് എവിടെ സന്നിവേശിക്കപ്പെടുന്നുവോ അവിടെ എന്റെ മക്കളുടെ രക്തം ചീന്തുമെന്ന് അള്ളാന്റെ വഹിയുണ്ട്. അതാണ് കർബല, അതാണ് കർബല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തന്നാൽ അടുത്ത ഖുതുബയിൽ കർബല നമ്മൾ വിശദീകരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ അത് കടന്നുപോയി. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാലായനം, മൂസാ നബിയുടെ ഹിജ്റ, അന്ന് ഫിർഔനിനെ അല്ലാഹു മുക്കിക്കൊന്നത് ഈ മുഹറം മാസത്തിലാണ്. പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും വിശേഷിപ്പിക്കപ്പെടുന്ന സത്യവും അസത്യവും വേർതിരിക്കാൻ കാരണമായ പ്രവാചക ചരിത്രത്തിലെ ഹിജ്റ നടന്നതും ഈ മുഹറം മാസത്തിലാണ്. അള്ളാഹുവിന്റെ ഒരുപാട് നിഅമത്തുകളെ കൊണ്ട് നിബിഡമായ മാസമാണ് മുഹറം. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുകളുള്ള മാസമാണ് മുഹറം എന്ന് പറയുന്നത്. പക്ഷെ വേദനയോടെ പറയാൻ, ആളുകൾക്ക് ഈ മാസം ഇഷ്ടമല്ല, ഈ മാസം ഇഷ്ടമല്ല. പല ആളുകളും പറയും മുഹറം എന്ന് പറഞ്ഞാൽ ദുശ്ശകുനമാണ്, നഫ്സിന്റെ മാസാണ്,
ഒരു കല്യാണം നടക്കണോ, മുഹറം 10 കടന്നോട്ടെ. ഏതെങ്കിലും ഒരു വിവാഹ ചടങ്ങുണ്ടോ, മുഹറം 10 കടന്നോട്ടെ. ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ടോ, മുഹറം 10 കടന്നോട്ടെ. ഏത് നല്ല കാര്യങ്ങളും മുഹറത്തിൽ വേണ്ട എന്ന് പറയുന്നവരെ നമ്മളൊക്കെ അതിന് കാരണം പറഞ്ഞു നെഹ്സാണ്, ദുഷ്ടഗുണമാണ്. ഒരു വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കണമെങ്കിൽ ആ സദസ്സിൽ പോലും പൗരോഹിത്യം വന്ന് പിടിമുറുക്കുന്ന രംഗങ്ങളെ കാണാൻ പറ്റും. ഡേറ്റ് നിശ്ചയിക്കാൻ പള്ളിയിലെ ഖാളിയൻ കലണ്ടർ നോക്കി പറയും ആ ദിവസം പറ്റൂല, അന്ന് നെഹ്സാണ്. ഈ ദിവസം പറ്റൂല, അന്ന് നെഹ്സാണ്. ഏത് മാസത്തിനെയാ പ്രിയമുള്ളവരെ പറയുന്നത്? അള്ളാന്റെ മുത്ത് റസൂല് പറഞ്ഞു ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമാണ് മുഹറം, അള്ളാന്റെ മാസമാണ് മുഹറം. നമുക്ക് ദുഷ്ടഗുണാണ്. ലാ തസുബ്ബുദ്ദഹ്റ, ഒരു കാലത്തെയും നിങ്ങൾ ചീത്ത പറയല്ലേ. ഫഇന്നല്ലാഹു ഹുവദ്ദഹ്ർ, കാരണം അല്ലാഹുവാണ് കാലം. കാലത്തിന് നമ്മൾ ദുഷ്ടഗുണമായി ചീത്തയായി പറയുമ്പോ അത് അല്ലാഹനെ ചീത്ത പറയുന്നതിന് തുല്യാണ്. നിങ്ങൾ പറയല്ലേ. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റിമറിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മൾക്കൊരു ചൊവ്വ മോശമല്ല കേട്ടോ, നമുക്കൊരു ബുധനും മോശമല്ല. ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്നല്ലാതെ ഇസ്ലാമിൽ ഒരു ദിവസവും മോശമല്ല പ്രിയമുള്ളവരെ. കർബലയുമായി ഷിയാക്കളെ പഠിപ്പിച്ചത്, അതിനെ ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുന്ന ആചാരങ്ങള് മഹാനായ ഇബ്നു ഹദറുൽ ഹൈതമി തന്റെ ഫതാവൽ ഹദീസിയിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, അത് യഹൂദികളുടെ ചര്യയാണ്, മുസ്ലിങ്ങളുടെ ചര്യയല്ല. ലാ മിൻ ഹുദൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം, തങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിലൂടെ ഭരമേൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളുടെ ചര്യയല്ല, യഹൂദികളുടെ ചര്യയാണ്. അതുകൊണ്ട് ഒരു ദിവസം മോശമല്ല. റമദാനിന്റെ വിശുദ്ധമായ പവിത്രമായ റമദാനിന്റെ ദിനരാത്രങ്ങളിലെ ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന അവസാന 10 പോലും നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളുടെ കലണ്ടർ വരുമ്പോഴും 4ഓളം ദിവസങ്ങൾ നെഹ്സാണ്, ദുഷ്ടഗുണമാണ്. ഈ മാസം പോലും ദുഷ്ടഗുണമായിട്ടെണ്ണി. അള്ളാന്റെ ദീനിൽ അതിന് മാപ്പില്ല, അള്ളാന്റെ കോടതിയിൽ അതിന് മാപ്പില്ല. അള്ളാഹിനോട് ചേർത്ത് പറയപ്പെട്ട മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഇനി പ്രിയമുള്ളവരെ, ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുഹറത്തിൽ നമ്മൾ പഠിക്കേണ്ടത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹിജറ വലിയൊരു പാഠമാണ്. അല്ലാഹു തആല പറയാണ്, വനുരീദു അൻ നമന്നു അലല്ലദീന ഇസ്തദ്അഫു ഫിൽ അർദ്, ഭൂമിയിലെ കോർണറൈസ് ചെയ്യപ്പെട്ട ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, ദുർബലരായ ആളുകളെ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ട് വനജഅലഹും അഇമ്മ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വങ്ങളിലേക്ക്, ഉന്നതികളിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു ഉദ്ദേശിച്ചൊരു യാത്രയാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ. ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ എയിം എന്താണ്, അതിന്റെ എത്തിക്സ് എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിനുള്ള ഉത്തരമാണ് അള്ളാഹുവിന്റെ ഖുർആൻ മനോഹരമായി പറഞ്ഞത്. ദുർബലരായ ആളുകളെ, കോർണറൈസ് ചെയ്യപ്പെട്ട ആളുകളെ, അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നൊരു മതമാണ് അള്ളാന്റെ ദീൻ എന്ന് പറയുന്നത്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടു പോയ ജനതയെ കൈപിടിച്ചു കൊണ്ടുവരാനും ആ ചെങ്കടലിൽ അല്ലാഹു തആല ഫിർഔനിനെ മുക്കിക്കൊല്ലാനും ഇസ്രായേൽ സന്തതികൾക്ക് ആധിപത്യം കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന്റെ പാഠം നൽകിയ ഒരു മാസമാണ് മുഹറം. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് മുഹറം മാസത്തിൽ പ്രവാചകന്റെ ഹിജ്റ. അതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഹിജ്റയുടെ കാരണങ്ങളെ പറയുന്നു. പ്രവാചക ചരിത്രങ്ങളിൽ നിന്ന് നമ്മുടെ മാറോട് ചേർത്ത് വെച്ച് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രവാചകന് പറന്നു വീണ മണ്ണ്, പറന്നു വീണ നാട്, സ്വഹാബത്തിന്റെ ഓടിക്കളിച്ച നാടും ജനിച്ചു വളർന്ന വീടും അവർ മേച്ചിരുന്ന ഒട്ടകങ്ങളും അവരുടെ ആടുകളും അവരുടെ സമ്പത്തുകളും ഇടതീർന്നു നിൽക്കുന്ന തോട്ടങ്ങളും ഇട്ട് ദരിദ്രരായി മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്നത് ത്യാഗത്തിന്റെ കഥ പറയാനാണ്, ആദർശത്തിന്റെ കഥ പറയാനാണ്, അത് ജീവിതത്തിലൂടെ പകർത്താനാണ്. എന്തിനാണ് ഒരു നാട് വിട്ടുപോയത്? യസ്രിബിന്റെ മണ്ണിലേക്ക് പോയത്. അതാ നാടിനോട് യസ്രിബിന്റെ മണ്ണിനെ പിടിച്ചടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. മക്കയുടെ മണ്ണ് വിട്ടിട്ട് യസ്രിബിന്റെ മണ്ണിൽ വരുമ്പോ അള്ളാന്റെ മുത്ത് റസൂലിനും സഹാബത്തിനും അവർ ചെറിയൊരു പ്രശ്നങ്ങൾ വരികയാണ്. കാരണം സ്വന്തം നാടല്ല, ആ നാടിനോട് ഇടപെടാൻ ഒരു പ്രയാസമുണ്ട്. അള്ളാഹിനോട് മുത്ത് റസൂൽ ദുആ ചെയ്തു, അള്ളാഹുവേ
ഈ മദീനയെ ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ അല്ലാ. ജന്മനാടിനെ വിട്ടിട്ടില്ല. ഞങ്ങളിലേക്ക് മക്ക എത്രത്തോളം ഇഷ്ടമായിരുന്നുവോ അതുപോലെ മദീനയെ ഇഷ്ടമാക്കി തരണേ അല്ലാ. എന്തിന്റെ പേരില ഖുർആൻ പറയാണ്, അവരല്ലാന്റെ റസൂലിനെ പുറത്താക്കിയതാണ്. സ്വഹാബ, നിങ്ങളെയും അവർ പുറത്താക്കിയത് എന്തിനാണെന്നറിയുമോ? അം തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിൽ നിങ്ങളെ വിശ്വസിച്ചതിന്റെ കാരണത്തിലാണ്. പടച്ചോനിലുള്ള വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, ഹിജ്റ നൽകുന്ന പാഠമതാണ്. വീടിനെക്കാളും വലുതല്ലാ, സമ്പത്തിനെക്കാളും വലുതല്ലാ, മക്കളെക്കാളും ഭാര്യയെക്കാളും കുടുംബത്തിനെക്കാളും നാടിനെക്കാളും വലുതല്ലാ. ഹിജ്റയുടെ പാഠം അവിടെയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് മക്കയെക്കാളും മദീന ഇഷ്ടമായിട്ടല്ല. അവിടുന്ന് കഅബാലയത്തിന്റെ മണ്ണില് ഇരുട്ടിന്റെ മറവിൽ വന്ന് മുത്ത് റസൂല് പറയാണ്, അലിംതു അന്നക ഖൈറു അർളില്ലാഹ്, എനിക്കറിയാം അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ എന്നെ ആട്ടിപ്പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ പ്രവാചകന് ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ കഅബ നോക്കി തിരിഞ്ഞു നോക്കുകയാണ്. പിച്ചവെച്ച് നടന്ന മണ്ണിനോട്, ഓടി നടന്ന മക്കയുടെ മാർഗത്തോട്, പിറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, നബിയേ, ഈ നാട് അങ്ങേക്ക് അനുവദനീയമാണ് നബിയേ. ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാണ്. അത്ര ഇഷ്ടമുണ്ടായിരുന്നു മക്കേനോട്. പക്ഷേ അള്ളാന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ അവിടെ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് ത്യാഗമുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിലാണോ എന്റെ പ്രിയമുള്ളവരെ അനുഭവിക്കേണ്ടി വരും. എന്നാലും ആദർശത്തിന് വിടണ്ടട്ടോ. ആ അനുഭവങ്ങളുടെ പിന്നിലും ഉറച്ചു നിന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിടാനിഷ്ടമുണ്ടായിരുന്നില്ല വീടിനെ, വിടാനിഷ്ടമുണ്ടായിരുന്നില്ല നാടിനെ. അള്ളാന്റെ കഅബയോടും മണ്ണിനോടും അത്ര ഇഷ്ടമുണ്ടായിരുന്നു അള്ളാന്റെ മുത്ത് റസൂലിനെ. നമുക്ക് നൽകിയ പാഠതാൻ ചില്ലറൊന്നല്ല സഹിച്ചത്, ചില്ലറൊന്നല്ല. അള്ളാന്റെ തൗഫീഖില് കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ ആ പവിത്രമായ മണ്ണിലായിരുന്നു. എൻ്റെ കൂടെ വന്ന് പലരും നമ്മുടെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ഓർത്തുപോയി നമ്മുടെ ബിലാൽ. 43, 45, 49 ഡിഗ്രി വരെ ചൂട് വന്ന ഹജ്ജിന്റെ ടൈമില് മക്കയുടെ മണ്ണിനെ കണ്ടവർക്കറിയാം, പാറ നിബിഡമാണ് മക്ക, കരിമ്പാറ നിബിഡമാണ് മക്ക. അവിടെ ഫത്ഹായിന്റെ മലഞ്ചെരുവില് ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചുട്ടുപൊള്ളുന്ന പാറ നിബിഡമായി കിടക്കുന്ന ആ താഴ്വരയിലാണ് നെഞ്ചിന്റെ മേലെ പാറക്കല്ലേറ്റ് വെക്കുമ്പോ ഒരു കമീസിന്റെ മറയില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ബിലാൽ നീഗ്രോ വംശജനായതിന്റെ പേരിൽ അകറ്റിവെക്കപ്പെട്ട ബിലാലിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില് നെഞ്ചിന്റെ മേലെ പാറക്കല്ലേറ്റ് വെച്ചിട്ട് അവിടുന്ന് വലിച്ചെടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി ദാഹമുണ്ടെനിക്ക് എന്ന് ബിലാല് കെഞ്ചി പറയുമ്പോ കാർക്കിച്ചു തുപ്പിയ കബത്തിന്റെ തുള്ളികളെ കൊണ്ട് മുഖത്ത് തുപ്പി പരിഹസിക്കപ്പെടുമ്പോഴും ആകാശഗോപുരങ്ങളിലേക്ക് വിരലുയർത്തി പറഞ്ഞ വാക്കുണ്ട്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ആ ബിലാലിന്റെ ത്യാഗത്തിന് മറുവശമാണ്. എന്നിട്ടും പതറിയിട്ടില്ല. അതിനൊക്കെ ശേഷമാണ് ഹിജ്റ. അത്രയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, വെയിലത്ത് തളർന്നു വീണ ഹാജിമാരുണ്ട്. ചെരുപ്പ് നഷ്ടപ്പെട്ടാല് നടക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങേണ്ടി വരാൻ. ആ മണ്ണിലാണ് ബിലാൽ ത്യാഗം അനുഭവിക്കണേ. ആലയിൽ പഴിപ്പിച്ച ശരീരത്തിന്റെ വേദനകള് മഹാനായ ജന്തർ റളിയല്ലാഹുവിന്റെ ശരീരവാസകലം ഇരുമ്പ് കൊണ്ട് പഴിപ്പിക്ക സഹിക്കാൻ പറ്റണില്ല നബിയെ. യാസർ കുടുംബമേ ക്ഷമിച്ചാലും അള്ളാന്റെ സഹായം ഉണ്ടാവട്ടോ, അള്ളാന്റെ സഹായം ഉണ്ടാവട്ടോ. മത്താ നസ്റുല്ലാഹി യാ റസൂലല്ലാഹ്. ഇനി എപ്പോഴാണ് അള്ളാന്റെ സഹായം ഉണ്ടാവുന്നത്?
എപ്പോഴാ അള്ളാന്റെ സഹായം ഉണ്ടാവുക? ചോദിക്കേണ്ടി വന്നു സഹിക്കാൻ കഴിയാതെ. ഇതൊക്കെ ചരിത്രത്തിന്റെ ഒരു ഭാഗം. പ്രിയമുള്ളവരെ, നമ്മളാരും ഒന്നും അനുഭവിച്ചിട്ടില്ല. എന്നിട്ടും ആ നാട്ടിൽ പിടിച്ചു നോക്കി. അബ്സീനയിലേക്ക് ഹിജറ ആദ്യം പോയി നോക്കി തിരിച്ചു വന്നു. മുത്തറസൂലും തായിഫിന്റെ മണ്ണിൽ പോയി തിരിച്ചു വന്നു. എന്നിട്ടൊന്നും നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാന്റെ അനുമതി പ്രകാരമാണ് ഹിജറ പോണേ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹ് അനുമതി കൊടുക്കാണ്. നിങ്ങൾക്കിനി മദീനയാണ് നല്ലത് നബിയേ, ഇനി മദീനയാണ് നല്ലത്. അപ്പോഴും റസൂലുള്ള കരഞ്ഞുകൊണ്ടാണ് യാത്ര. അത്ര ഇഷ്ടപ്പെട്ടു പോയ നാടിനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി അള്ളാഹിനോടുള്ള മഹബത്താണ്. സമ്പത്തൊന്നും പ്രശ്നമല്ല. സുഹൈബ് റൂമി, റോമക്കാരന് മുത്തുനബിയുടെ മുന്നിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചതാണ്. കച്ചവടമൊക്കെ ചെയ്ത് കുറച്ച് സമ്പത്തായപ്പോ മക്കാരിങ്ങനെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നിന്നെ വിടൂല. ഇവിടെ വന്നത് ദരിദ്രനായിട്ടാണ്, ഇവിടുന്ന് പോകുന്നത് സമ്പന്നനായിട്ടാണ്. എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾക്ക് തരാം, എനിക്കെൻ്റെ അള്ളാന്റെ മാർഗം മതി, നിങ്ങൾ എന്നെ ഹിജ്റ പോകാൻ അനുവദിക്കോന്നാണ്. അവരാ സമ്പത്ത് മുഴുവൻ വാങ്ങി അദ്ദേഹത്തിനെ മടക്കി വിടുമ്പോ അള്ളാന്റെ മുത്ത് റസൂല് പറഞ്ഞു, റബിഹ സുഹൈബ്, സുഹൈബ് ലാഭം കൊയ്തിരിക്കുന്നു എന്നാണ്. അതൊക്കെ അള്ളാന്റെ കോടതിയിലേക്ക് ലാഭം കൊയ്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ഹിജറ കടന്നു പോകുമ്പോ, ഒരു മുഹറം കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ അള്ളാഹ് എനിക്ക് ഏറ്റവും വലുതാണ്. ആ പാഠം പഠിപ്പിച്ചിട്ടാണ് അള്ളാന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇനി ആ ത്യാഗത്തിലും അവർ നടത്തിയ പ്രബോധനം, മിണ്ടാതൊരു മൂലക്കിലിരുന്നാൽ അവർക്കാർക്കും നാടുവിടേണ്ടി വരില്ലായിരുന്നു. മിണ്ടാതൊരു ഭാഗത്തിരുന്നാൽ അവർക്കാർക്കും ഈ വേദന തിന്നേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അവർ അള്ളാന്റെ മതത്തിനെ ജനങ്ങളോട് കവലകളിലൂടെ, അങ്ങാടികളിലൂടെ, വീടാന്തരങ്ങളിലൂടെ, ഉയരമുള്ള സ്ഥലങ്ങളിലൂടെ അള്ളാന്റെ വഹദാനിയത്ത് പറയാൻ അവർ കാണിച്ച ആർജവങ്ങളാണ് അവർക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, മാത്രമല്ല പടച്ച റബ്ബിലുള്ള തവക്കുലാണ്, അള്ളാന്റെ മാർഗത്തിലുള്ള തവക്കുലാണ് നമുക്ക് ഹിജറ നൽകുന്ന വലിയൊരു പാഠം. നമ്മുടെ മനസ്സിങ്ങനെ പതരാൻ, മണിപ്പൂരിങ്ങനെ കത്തിക്കൊണ്ടിരിക്കാൻ, വളരെ നികൃഷ്ടമായി മനുഷ്യരല്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ അഴിഞ്ഞാട്ടങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഉമ്മത്തിനെ. എല്ലാം നടക്കുമ്പോ നമ്മുടെ മനസ്സിനാലും ഇനി എന്തായിരിക്കും, ഇനി എന്ത് നടക്കും, എന്റെ പടച്ചോനുണ്ടോ ഇതിന്റെ ഒക്കെ മേലെ എന്ന് പറയാൻ ഹിജറ പാഠം തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ തന്നെ പറയാ, ഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക്, നിന്നെ ബന്ധിപ്പിക്കണമെന്ന് അവർ ഗൂഢാലോചന നടത്തിയ തന്ത്രം മെനഞ്ഞ സന്ദർഭമുണ്ട്. ദാറുന്നദവയുടെ ഏകത്വങ്ങളിൽ അള്ളാന്റെ ഹബീബിന് എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു, മുഹമ്മദിനെ ബന്ധിപ്പിക്കാം. അതല്ല, ഔ യഖ്തുലൂക്, നിന്നെ കൊന്നുകളയണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഔ യുഖ്രിജൂക്, അല്ലെങ്കിൽ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കണം. അങ്ങനൊക്കെ അവർ തന്ത്രം മെനഞ്ഞപ്പോ വയംകുറൂന, അവര് തന്ത്രം മെനയുകയാണ്. എന്നാൽ വയംകുറുല്ലാഹ്, അല്ലാഹു അവിടെ തന്ത്രം മെനഞ്ഞിട്ടുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രം മെനയുന്നവരിൽ ഉത്തമൻ അല്ലാഹുവാണ്. ഒരു തന്ത്രങ്ങൾക്കും അള്ളാന്റെ പ്രവാചകനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അള്ളാന്റെ മുത്ത് റസൂലിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഈത്തപ്പനയുടെ ഓലകൾക്കപ്പുറത്ത് വിരിപ്പിൽ കിടക്കുന്ന പ്രവാചകനെ കൊല്ലാൻ വാളയന്തി കാത്തു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ അള്ളാന്റെ ഹബീബിന് നാട് കടത്തിയവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്നത്. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തി പ്രവാചകൻ കടന്നു പോകുമ്പോ, പ്രിയമുള്ളവരെ, ആ റബ്ബ് ഇന്നുമുണ്ട്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ആ റബ്ബ് ഇന്നുണ്ട്. ആ പടച്ചോനിൽ എനിക്ക് എന്റെ തവക്കുലുണ്ട്. അവിടുന്ന് ആ യാത്ര ഇങ്ങനെ കടന്നുപോയി. ശത്രുക്കളൊക്കെ പിന്നിലെ വാളുമേന്തി പ്രവാചകൻ അന്വേഷിക്കുമ്പോ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ, സൗര ഗുഹയുടെ മുഖരത്തില് അള്ളാന്റെ മുത്ത് റസൂൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന നിസ്സാരമായൊരു യാത്രയല്ല. മുഹറം മാസത്തിൽ മക്കയിൽ നിന്ന് തുടങ്ങിയതാണ്. അത് യസ്രിബിലെത്തുമ്പോ റബീഉൽ അവ്വലാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, എത്ര മാസങ്ങളുള്ള യാത്രയാണ്. 400 ചില്ലറ കിലോമീറ്റർ ശീതീകരിച്ച AC ബസ്സില്
5 മണിക്കൂറും 5.5 മണിക്കൂറും ഇരിക്കുമ്പോ ഊരവേദനയാണ്, പ്രയാസമാണ്, ക്ഷീണമാണെന്ന് പറയുന്നവരെ ഇക്കണ്ട മാസങ്ങളോളം മലകളും അവിടുന്ന് താഴ്വരകളും താണ്ടി ഉഷ്ണമരുഭൂമികളിലൂടെ യാത്ര ചെയ്ത അള്ളാന്റെ ഹബീബിന്റെ ത്യാഗം എത്ര വലുതാണ്. ആ മലമുകളിലൂടെ ആ ഗുഹക്കകത്ത് പ്രവാചകൻ കയറിയിരിക്കുമ്പോ മലക്ക് മുകളിൽ ഇങ്ങനെ താഴേക്കൊരു കുഴിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിത്തട്ട് പാകപ്പെടുത്തി പ്രവാചകനെ കിടത്തുമ്പോ മുകളിലേക്ക് നോക്കുമ്പോ കാണുന്ന ശത്രുക്കളുടെ കാലാണ്. ഒന്ന് താഴേക്ക് നോക്കിയാൽ റസൂലേ, അവരുടെ കാൽപാദങ്ങൾക്ക് കീഴിലാണ് അവര് നോക്കുന്നതെങ്കിൽ നമ്മളെ അവര് കാണൂല നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, അബൂബക്കറെ, അള്ളാന്റെ ഖുർആൻ പോലും പറയാണ്, ഇത് ഖാല ലഹു ലിസാഹിബിഹി, തന്റെ കൂട്ടുകാരനോട് അള്ളാന്റെ മുത്തു റസൂല് പറഞ്ഞു കൊടുത്ത വാക്കാണ്. രണ്ടല്ല അബൂബക്കർ, മൂന്നാമനായി റബ്ബുണ്ട്, അല്ലാഹുണ്ട് അബൂബക്കറെ. ഏത് ആയുധധാരികൾ വന്നാലും, എത്ര ശക്തമായി വന്നാലും, നിരായുധന്റെ നേരെ ആയുധമോങ്ങിയാലും അല്ലാഹുവുണ്ട്. മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് സഹായിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. നോക്കാൻ പോലും തോന്നിയില്ലല്ലോ. അള്ളാന്റെ മുത്ത് റസൂൽ അല്ലാഹ് സംരക്ഷിച്ചു. ആ ഹിജ്റയിലെ എന്റെ റബ്ബിലുള്ള തവക്കുൽ ഒരു പാഠമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മുത്തുനബിയോടുള്ള ഇഷ്ടം, നമുക്കിഷ്ടമുണ്ടോ പ്രവാചകനോട്? ജീവനേക്കാൾ ഉപരി സ്നേഹിക്കാൻ പറഞ്ഞു, തെളിയിച്ചു. ആ ഹിജ്റയുടെ യാത്രയിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്തിനാണെന്നറിയോ? ഹിജ്റ പോകാൻ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട്. അബൂബക്കറെ, നമ്മുടെ രണ്ടുപേരും കൂടെ യാത്ര പുറപ്പെടുകയാണ് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്തിനാ? അള്ളാന്റെ ഹബീബിന്റെ കൂടെ, അള്ളാന്റെ മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയതിനാണ്. അത്ര ഇഷ്ടമായിരുന്നു പ്രവാചകനോട്. ഇതര യാത്രയില് റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ പിന്നിലൂടെ മാറി മാറി നടക്കാണ്. എന്തേ അബൂബക്കറെ മാറി നടക്കാനുള്ള കാരണം എന്താണ്? റസൂലെ, മുന്നിലൂടെ നടക്കുമ്പോ ഭയമാ, പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. പിന്നിലൂടെ നടക്കുമ്പോ ഭയമാണ്, മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. മനസ്സമാധാനമില്ല നബിയേ, സമാധാനമില്ല നബിയേ. സ്വന്തം ജീവനിലല്ല, അള്ളാന്റെ മുത്തുനബിയുടെ ജീവന്റെ കാര്യത്തിലാണ്. സൗർ ഗുഹയിൽ കയറുമ്പോ സ്വന്തം ശരീരത്തിന്റെ വസ്ത്രം പിറ്റിച്ചീന്ത ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കാനാണ്. അള്ളാന്റെ ഹബീബിനെ ക്ഷുദ്രജീവികള് ആക്രമിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. അത്ര മഹബത്ത് റസൂലിനോട്, അത്ര ഇഷ്ടം റസൂലിനോട്. ഇനി ആ സ്വീകരിച്ച നാട്ടുകാരില്ലേ, യസ്രിബ് നിവാസികൾ, ആ പേരിന് പറയാൻ പാടില്ല. ഇനി അത് മദീനയാ, മദീനത്തുർ റസൂലാൻ, അള്ളാന്റെ റസൂലിന്റെ പട്ടണമാണ്. അവിടുത്തെ ആളുകള് ത്വലഅൽ ബദ്റു അലൈന, ഞങ്ങളിലേക്കൊരു പൂർണ്ണചന്ദ്രൻ ഇതാ ഉദിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ സ്വീകരിച്ച ആ മദീന, അതിന്നും മദീന, അത് ത്വയ്ബയാണ്. ദജ്ജാലിന് പോലും കാൽപാദത്തിന് ഇട നൽകാത്ത പരിശുദ്ധ ഭൂമിയാണ്. ദീനൊതുങ്ങുന്ന മണ്ണാണത്. ആ മണ്ണിനെ അള്ളാഹു പവിത്രമാക്കിയത്, ഹറമായിട്ട് അതിനെ മാറ്റിയത്. നിങ്ങൾ നോക്ക്, അവിടെ പോലും അവിടത്തുകാര് ജീവനേക്കാൾ ഉപരി എല്ലാം കൊടുത്ത് റസൂലുള്ളാഹിനെ സഹാബത്തിനെ സ്നേഹിച്ചവരാൻ. അതുകൊണ്ട് ആ ഇഷ്ടം, നബിയോടുള്ള മഹബത്ത്, നമുക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ നൽകാൻ അള്ളാന്റെ ഹബീബില്ല. പക്ഷെ പ്രവാചകന്റെ ദീനിന്, പ്രവാചകന്റെ ആദർശങ്ങളെ ബിദ്അത്തുകൾക്കെതിരെ പോരാടാൻ, സുന്നത്തിൽ നിലയുറപ്പിക്കാൻ, മുത്ത് നബിയോടെ ജീവിത പാതകളെ പിന്തുടരാൻ നബിയോടുള്ള മഹബത്ത് നമ്മളിലൂടെ കാണണം പ്രിയമുള്ളവരെ. മാത്രമല്ല, അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു ആദർശം എന്താണെന്ന്, ഒരു ആദർശ കുടുംബം എന്താണെന്ന് പാഠം നൽകിയിട്ടുണ്ട് ഹിജ്റ. നിങ്ങൾക്കറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, കണ്ണു കാണാത്ത മനുഷ്യന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മറ്റൊരു മകള് കൂടെ അവിടെ ഉള്ളൊരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയിരിക്കുന്നു. കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അസ്മാ ബീവിയും ആയിഷ റളിയല്ലാഹു അൻഹയും വീട്ടിലുള്ള അബൂ ഖുഹാഫ വന്നിട്ട് പറയാൻ, നിങ്ങളുടെ വാപ്പ നിങ്ങളിവിടെ ദരിദ്രമായ അവസ്ഥയിൽ വിട്ടുപോയിട്ടുണ്ടല്ലേ. ആ മക്കള് അള്ളാന്റെ ദീനിന് കൊടുത്ത പ്രാധാന്യം, അബൂ ഖുഹാഫന്റെ വാപ്പ ഞങ്ങളെ വിട്ടുപോയി, ഞങ്ങൾക്കൊന്നും തന്നില്ല എന്നൊരു പരാതിയും പറഞ്ഞില്ല പ്രിയമുള്ളവരെ.
പുറത്തുപോയി ഒരു പാത്രത്തിൽ കല്ലിട്ടിട്ട് അതിങ്ങനെ കണ്ണ് കാണാത്ത മനുഷ്യന്റെ മുമ്പിൽ കിലുക്കിയിട്ട് പറയാൻ, ഇത് മുഴുവനും ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടാ പോയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ ഒരു ആദർശത്തിന് വേണ്ടി ഏതൊരു പട്ടിണിയും ഏതൊരു വിഷമതകളും സഹിക്കാനുള്ള പാഠം തന്നിട്ടാണ് ഹിജറ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അൻസാറുകളുടെ മഹത്വം, അവർക്കുള്ള സ്ഥാനം മറന്നു പോകരുത് നമ്മളുടെ ജീവിതങ്ങളിലൂടെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സന്ദർഭമാണ്. പ്രവാചകന്റെ അവസാനത്തെ സംസാരമാണ് പള്ളിയിലെ. സഹാബത്ത് റസൂൽ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് വിളിച്ചു, അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചപ്പോ വസബൂ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുഴുവനും പ്രവാചകനിലേക്ക് ചാടി വീണു. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മരണത്തിന്റെ വേദനയിലെടുത്ത ക്ലാസ്സാണത്. അന്ന് പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് പറഞ്ഞു. അതിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വന്നൊരു വാക്കുണ്ട്, ഉസീക്കും ബിൽ അൻസാർ, ഉസീക്കും ബിൽ അൻസാർ, അൻസാറുകളോട് നല്ല രീതിയിലൂടെ പെരുമാറണേ സഹാബ, അൻസാറുകളോട് നല്ല രീതിയിലൂടെ പെരുമാറണേ സഹാബ. അവര് നമുക്ക് നൽകാനുള്ളത് മുഴുവനും തന്നവരാണ്, അവർക്ക് കൊടുക്കാനുള്ളത് ഇനിയും ഇനിയും ബാക്കിയാണ് സഹാബ, ഇനിയും ബാക്കിയാണ് സഹാബ. എല്ലാം കൊടുത്തവര്, സമ്പത്ത് അവർക്ക് പ്രശ്നമല്ല, അവരുടെ കയ്യിൽ അധ്വാനങ്ങൾ അവർക്ക് പ്രശ്നമല്ല. ഏറ്റവും വലിയ സാഹോദര്യത്തെ കെട്ടിണക്കം ഉണ്ടാക്കിയത് പ്രവാചകനാണ്. പ്രിയമുള്ളവരെ, നമ്മളും പറയും ഞങ്ങളൊക്കെ ആദർശ ബന്ധുക്കളാണ്, സഹോദരന്മാരാണ്. പറയാൻ പറ്റുമോ? ഒരു മാലയിലെ മുത്തുമണികളെ പോലെ അല്ലാഹുവിന്റെ മുത്ത് റസൂൽ പറയാൻ, ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടിക യശുദ്ധ ബഅലഹു ബഅല, ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തുന്നത് പോലെ അൻസാറുകൾ കാണിച്ച സാഹോദര്യം എൻ്റെ സഹോദരങ്ങൾക്കിടയിൽ നിലയുറപ്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് പ്രിയമുള്ളവരെ, അത്രയും പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലുണ്ട്. പ്രിയമുള്ളവരെ, പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിലൂടെ പകർത്താനും നമ്മൾ തയ്യാറാവുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ മുഹറം മാസത്തിൽ ഏറെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. ഈ മുഹറം മാസത്തിലെ നോമ്പാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, സ്വഹീഹ് മുസ്ലിമിലാണ്. അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറയുന്നത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഈ മാസത്തിലെ നോമ്പാണ്. പ്രത്യേകമായിട്ട് മുഹറം 9-ലെയും 10-ലെയും നോമ്പാണ്. അതുപോലെ തന്നെ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ അനുവാദമുള്ളൊരു മാസമാണ് ഈ മുഹറം മാസം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാം. മുത്ത് റസൂൽ ഒരു മാസം തുടർച്ചയായി നോമ്പെടുത്തത് റമദാനിലാണ്. ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ എടുത്തത് ശഅബാനിലാണ്. അതുപോലെ തന്നെ ധാരാളം നോമ്പുകൾ എടുക്കാൻ അനുവാദം തന്നിട്ടുള്ള മറ്റൊരു മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറത്തിലെ നോമ്പിനെ പറ്റി നമ്മളോട് പറഞ്ഞത് വസിയാമു യൗമി ആശൂറ, മുഹറം 10 നോമ്പ് എന്ന് പറയുന്നത് അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ സനതല്ലതി ഖബല, ഒരു വർഷക്കാലത്തെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്ന നോമ്പാണ് മുഹറം 10 നോമ്പെന്ന് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ മറ്റൊരു ഹദീസാണ്. ഒരു വർഷക്കാലത്തെ പാപങ്ങളാണ് മുഹറം 10 നോമ്പ് കൊണ്ട് മാത്രം അല്ലാഹു തആല പുറത്തു തരുന്നത്. കാരണം എന്താണെന്നറിയോ? മുത്ത് റസൂലിൽ നിന്ന് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ലമ്മാ ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, പ്രവാചകൻ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഫറഅൽ യഹൂദ തസുമ യൗമ ആശൂറ, മുഹറം 10 യഹൂദികൾ നോമ്പെടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അവർ പറഞ്ഞു, നജല്ലാഹു ബനു ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ,
അള്ളാഹു ഫിർഔനിനെ അവരുടെ ബനു ഇസ്രായേലിൽ അവരുടെ ശത്രുവായ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. മൂസാ നബി അന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അള്ളാഹിന്റെ മുത്ത് റസൂല് പറഞ്ഞു, വഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തവൻ ഞാനാണ്. അതുകൊണ്ട് തന്നെ ആ മുഹറം 10 നോമ്പെടുക്കാൻ അള്ളാഹിന്റെ മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കാൻ. എന്നാൽ യഹൂദികളോട് എതിരാവാൻ മുഹറം 9 കൂടെ നോമ്പെടുക്കാൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ അള്ളാഹിന്റെ ഹബീബിന് മുഹറം 9 നോമ്പെടുക്കാൻ സാധ്യമായിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ചെയ്യാൻ ആഗ്രഹിച്ച ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിയ, ഇൻഷാ അല്ലാഹ് അടുത്തൊരു മുഹറമിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ ആ മുഹറം 9 നോമ്പ് കൂടെ നോക്കുമായിരുന്നു എന്നാണ്. പക്ഷേ അള്ളാഹിന്റെ പ്രവാചകൻ അധിക നാൾ ജീവിച്ചിരുന്നില്ല. തൊട്ടടുത്ത റബീഉൽ അവ്വലിൽ അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നാൻ. അത്ര ശ്രേഷ്ഠമായ ഫളലുകളുള്ള ഈ നോമ്പ് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴവും വെള്ളിയുമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ 2 ദിവസവും ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കുക. ഒരു തയ്യാറായിട്ട് നമ്മളുടെ വീട്ടിൽ കുട്ടികളെ കൊണ്ടുപോലെ സലഫുകളായ ആളുകൾ അവരുടെ മക്കളെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി അവരെ നോമ്പ് തുറപ്പിക്കാൻ എത്തിക്കുമാറ് ആ നോമ്പിന് അവർ പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ അത്രമേൽ ശ്രേഷ്ഠതയുള്ള നോമ്പാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യകർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തുടക്കത്തിൽ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കാൻ, ഒരു മുഹറം കടക്കുമ്പോൾ ആയുസ്സിന്റെ സമയം തീരാണ്. പ്രിയമുള്ളവരെ, ഇനി ഒരു മുഹറം നമ്മളിലൂടെ കടന്നുകൊള്ളണമെന്നില്ല. ഇനി ഒരു മുഹറമിന്റെ സുന്നത്ത് നോമ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് സുബഹി കഴിഞ്ഞിട്ട് ഒരു സുബ്ഹാനല്ലെങ്കിലും പറയാൻ മനസ്സ് കാണിച്ച എത്ര ആളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എത്ര ദിക്റുകൾക്കുള്ള അവസരമുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലിയാലേ പാപങ്ങൾ പുറത്തു തരാമെന്ന് പറഞ്ഞില്ലേ. ദുഹാ നമസ്കാരം ഫളലുകൾ ഒരുപാട് പഠിപ്പിച്ചിട്ടില്ലേ. നമ്മൾ അതൊന്നും ചെയ്യാതെ സമയങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇനി അള്ളാഹിന്റെ മുമ്പിൽ വിലപിക്കേണ്ടെന്നൊരവസ്ഥയുണ്ടാവരുത്. അല്പസമയം തരുമോ അല്ലാ, അല്പസമയം തരുമോ റബ്ബേ. പ്രിയമുള്ളവരെ, മയ്യത്ത് പൊതിയാനുള്ള കഫംപടവ ചങ്ങരംകുളത്തിന്റെ പരിസരത്തിൽ റെഡിയാണ്. പോയി കിടക്കാനുള്ള ഖബർസ്ഥ റെഡിയാണ്. മയ്യത്ത് കട്ടിൽ റെഡിയാണ്. നമുക്കറിയില്ല ഏത് നിമിഷമാണ്, ഏത് സാഹചര്യമാണ്, ഏത് സന്ദർഭമാണ്, ഏത് സമയത്ത് അള്ളാഹിന്റെ മലായിക്കത്തുകൾ വന്നാലും പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി തിരിച്ചു പോകാൻ സജ്ജമായി ഉള്ള ആയുസ്സിന് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ജുമ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള ആലങ്കോടുള്ള മക്കളില്ലാത്ത ഒരു സഹോദരന് വേണ്ടിയിട്ടാണ്. ബ്രെയിൻ ട്യൂമർ വന്ന് ചികിത്സയിലാണ്. നമ്മളാൽ കൊടുക്കുന്ന സാമ്പത്തികമായ സഹായം, അതുകൊണ്ട് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നടത്താൻ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണേ എന്നുകൂടെ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിലൂടെ പെടുത്തുകയാണ്. അതുപോലെ തന്നെ അറിവിനുള്ള അവസരങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിലെ ഫിത്രത്തി എന്ന് പറയുന്ന ശുദ്ധ പ്രകൃതി എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഇൽമിന്റെ ഒരു സദസ്സ് ഇൻഷാ അല്ലാഹ് അസർ നമസ്കാര ശേഷം നമ്മുടെ ഈ പള്ളിയിലുണ്ട്. ഇത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, നരകത്തിന്റെ വിറകുകളാക്കി മാറ്റല്ലേ അള്ളാഹ്, സ്വർഗം തന്നെ അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ, വിശിഷ്യ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഈ പള്ളിക്കകത്തുണ്ടായിരുന്ന പല സഹോദരങ്ങൾ മഅ്ഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഈ ജുമഅക്ക് ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. അപാകതകൾ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ കാരുണ്യത്തിന്റെ കരങ്ങളെ നീട്ടണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.